ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇപ്പൊ തനിക്ക് എന്ത് തോന്നുന്നു? ഒരു മസാല ദോശ തിന്നാൻ തോന്നുന്നു. ഓ ആ അത് കൊള്ളാലോ. നമുക്കേ പുറത്തു പോയി കഴിച്ചാലോ? അത് വേണ്ട. പുറത്തു പോയാ നമ്മൾ എവിടെ പോവാന്ന് എല്ലാവരും ചോദിക്കും. മസാല ദോശ തിന്നാൻ വേണ്ടി മാത്രം പുറത്തു പോവാന്ന് പറയുന്നത് നാണക്കേടല്ലേ? എന്ത് നാണക്കേട്? ഗർഭിണിയായ ഭാര്യയുമായി ഒരു മസാല ദോശ കഴിക്കാൻ പുറത്തു പോകാനുള്ള അവകാശം ഭർത്താവിനില്ലേ? താൻ വേഗം റെഡിയാവ്, നമുക്ക് പോവാം. ഇപ്പൊ വേണ്ട സച്ചേട്ടാ, വൈകുന്നേരം ഒരു പാഴ്സൽ വാങ്ങിക്കൊണ്ട് വന്നാ മതി. ഒരു പാഴ്സൽ അല്ല, വേണമെങ്കിൽ തനിക്കേ ആ സ്വാമീസ് ഹോട്ടൽ മുഴുവനും വാങ്ങിക്കൊണ്ട് തരും. ഇത് തനി ഭ്രാന്ത് തന്നെ. അതെ, എനിക്കിപ്പോ ഉള്ളത് ഒരു സുഖമുള്ള ഭ്രാന്ത. ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം. എന്ത് കഴിഞ്ഞിട്ട്? അടുത്ത മസാല ദോശയുടെ സീസൺ തുടങ്ങാൻ. മസാല ദോശ സീസൺ 2. അങ്ങനെ ഓരോ വർഷവും ഓരോ സീസൺ. സച്ചേട്ടാ അവിടുന്ന് നമുക്ക് നോക്കാന്നേ. ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അച്ഛൻ അറിയാവുന്നതല്ലേ? ആ ഷോക്കിൽ നിന്ന് ഇതുവരെ ആരും മോചിതരായിട്ടില്ല. ഞാൻ പറയുന്നത് തെറ്റാണെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? ഇല്ല, എല്ലാവരുടെയും വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ജ്യോത്സ്യം പറഞ്ഞതും വെറുതെ ആയിരിക്കില്ലല്ലോ. ദൈവത്തിന് പോലും ഇഷ്ടപ്പെടാത്ത ജന്മം അർച്ചന്റെ വയറ്റിലെന്നാ അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞത്. എല്ലാവരുടെയും മനസ്സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് അവർക്ക് മാത്രം ആസ്വദിക്കാൻ ഇങ്ങനൊരു ചടങ്ങ് അത് വേണോ അച്ഛാ? എന്റെ നന്ദേട്ടൻ കിടക്കുന്ന കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സ്നേഹയാണെങ്കിൽ ഏത് നിമിഷവും എന്റെ അടുത്ത് വന്ന് കരച്ചിലോട് കരച്ചില്ല. ഞാൻ എന്താ അച്ഛാ ചെയ്യേണ്ടത്? ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതുപോലൊരു ചടങ്ങ് നടത്താനുള്ള മാനസികാവസ്ഥയിലല്ല ഞാനും. എന്നാലും അർച്ചനയ്ക്കും വീട്ടുകാർക്കൊക്കെ ഈ ചടങ്ങ് നടന്നില്ലെങ്കിൽ സങ്കടമാവില്ലേ? അതിനേക്കാൾ വലുതല്ലല്ലോ അച്ഛാ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാവില്ലേ? അച്ഛൻ തന്നെ അവരോട് സംസാരിച്ചാൽ മതി. നമ്മുടെ വിഷമവും ബുദ്ധിമുട്ടും അവർക്ക് മനസ്സിലാവും. എന്തായാലും ഞാൻ അവരോടൊന്ന് സംസാരിക്കാം, എന്നിട്ട് ഉചിതമായൊരു തീരുമാനത്തിലെത്താം. അത് ശരി. അപ്പൊ ഞാൻ ഇത്രയും നേരം വേദാന്തം ഓതിയതൊന്നും കിളവന്റെ തലയിൽ കേറിയിട്ടില്ല. സാരമില്ല, എന്തെങ്കിലും ചെയ്യാം.